നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയുന്നത് വിഷ്ണുമായ ചാത്തൻ്റെ ജനനവും ചാത്തന് വിഷ്ണുമായ ചാത്തൻ എന്ന നാമം വരുവാനുള്ള കാരണവുമാണ് പറയുന്നത്. അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ശ്രീ പരമേശ്വരന്റെ പുത്രനാണ് വിഷ്ണുമായ അല്ലെങ്കിൽ ചാത്തൻ എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭൂമി ലോകത്ത് നന്മകൾ ഉണ്ടാകുവാനും മനുഷ്യർക്ക് വിളിച്ചാൽ ഉടൻ സങ്കട നിവൃത്തി ഉണ്ടാക്കി കൊടുക്കുവാൻ അവതരിച്ച് സത്യധർമ്മങ്ങൾ അറിഞ്ഞ് രക്ഷിച്ചു കൊടുക്കുന്ന മൂർത്തിയാണ് വിഷ്ണുമായ ചാത്തൻ. വിഷ്ണുമായ ചാത്തന്റെ ജനനത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ, പരമശിവൻ തന്റെ ഭൂതഗണങ്ങളുമായിട്ട് ഭൂലോകത്ത് പള്ളിനായാട്ടിന് വരികയാണ്. ഈ സമയത്ത് മഹർഷി വര്യന്മാർക്കും ജനങ്ങൾക്കും നാശം വരുത്തുന്ന അസുരന്മാരെയും കാട്ടുമൃഗങ്ങളെയും നശിപ്പിച്ച ക്ഷീണത്തിൽ കൂളികുന്ന് എന്ന കാനനത്തിന്റെ അരികിലുള്ള കാട്ടാറിൽ സ്നാനം ചെയ്ത് വിശ്രമിക്കുമ്പോൾ കാട്ടാറിന്റെ ഒരു ഭാഗത്ത് അർദ്ധനഗ്നയായി നീരാടുന്ന കൂളിവാക എന്ന കാട്ടുസ്ത്രീയെ പരമശിവൻ കാണാനിടയുണ്ടായി. അവളുടെ അംഗലാവണ്യത്തിൽ ആകൃഷ്ടനായ ഭഗവാൻ കൂളിവാകയുമായി സംഗമിക്കാൻ ആഗ്രഹമുണ്ടായി. തന്റെ ഇംഗിതം അവളെ അറിയിക്കുകയും ചെയ്തു. തന്റെ മുന്നിൽ നിൽക്കുന്ന പുരുഷനെ കണ്ട മാത്രയിൽ കൂളിവാകയ്ക്ക് ഭഗവാനെ മനസ്സിലാകുകയും താൻ ദിവസവും പൂജിക്കുന്ന ദേവി പാർവതിയുടെ ഭർത്താവാണ് എന്ന് മനസ്സിലാക്കി കൂളിവാക ഭഗവാന്റെ ഇംഗിതത്തിന് വഴങ്ങിയാൽ പാർവതീദേവിയുടെ ശാപമേൽക്കേണ്ടി വരുമെന്നുള്ള കാര്യം കൂളിവാകയ്ക്ക് മനസ്സിലാകുകയാണ്. ധർമ്മസങ്കടത്തിലായിട്ടുള്ള കൂളിവാക ഭഗവാനോട് ഒരു കള്ളം പറഞ്ഞു. ഞാനിപ്പോൾ അശുദ്ധയാണ്. 7ാമത്തെ ദിവസം ഞാൻ ഇവിടെ വന്ന് ഭഗവാന്റെ ആഗ്രഹം സാധിച്ചു കൊള്ളാമെന്ന്. അതിനുശേഷം കൂളിവാക പാർവതീദേവിയെ പ്രാർത്ഥിച്ച് തന്റെ സങ്കടം ഉണർത്തിക്കുകയുണ്ടായി. തന്റെ പരമഭക്തയായ കൂളിവാകയ്ക്ക് വന്ന വിഷമത മനസ്സിലാക്കിയ ദേവി കൂളിവാകയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവി കൂളിവാകയോട് ഇങ്ങനെയാണ് അരുൾ ചെയ്തത്: കൂളിവാക ഭഗവാനോട് പറഞ്ഞ ദിവസം പറഞ്ഞ സ്ഥലത്ത് നിന്റെ വേഷത്തിൽ ഞാൻ ചെന്നുകൊള്ളാം എന്ന് പറഞ്ഞ് കൂളിവാകയെ സമാധാനിപ്പിച്ചു. 7ാം ദിവസം കൂളിവാക പറഞ്ഞ സ്ഥലത്ത് പാർവതീദേവി ചെല്ലുകയും കൂളിവാകയാണെന്ന തെറ്റിദ്ധരിച്ച പാർവതീദേവി ഭഗവാനുമായി സംഗമിക്കുകയും ചെയ്യുകയുണ്ടായി. തന്റെ ഭർത്താവ് തന്നെ കണ്ടാൽ തിരിച്ചറിയാതിരിക്കുവാൻ മായങ്ങൾ അവതരിപ്പിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിനെ പാർവതീദേവി മനസ്സിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. മഹാവിഷ്ണു ഭഗവാന്റെ കൃപയാൽ പാർവതീദേവിയെ പരമശിവന് തിരിച്ചറിയാൻ കഴിഞ്ഞതുമില്ല. സംഗമത്തിന് ശേഷം ഭഗവാൻ കൂളിവാകയോട് പറഞ്ഞു: എന്റെ ബീജത്തിൽ നിന്ന് നിനക്ക് ഉത്തമനും ത്രിലോകങ്ങൾക്കും രക്ഷകനുമായ ഒരു പുത്രൻ ജനിക്കും. അതിനുശേഷം ഭഗവാൻ അവിടെ നിന്ന് മറഞ്ഞു. ഉടൻ പാർവതീദേവി ബീജം 2 കാട്ടുകനികളിലാക്കി നിക്ഷേപിക്കുകയും ഈ കനി ആ കാട്ടാറിന്റെ തീരത്ത് കുഴിച്ചിടുകയും മറ്റേ കനി കൂളിവാകയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം കൂളിവാകയോട് ഇങ്ങനെ അരുൾ ചെയ്തു: നീ ഇത് കഴിച്ചാൽ നിനക്ക് ഉത്തമനായ ഒരു പുത്രൻ ജനിക്കുമെന്ന വരവും കൊടുത്തു. പാർവതീദേവിയുടെ ആജ്ഞപ്രകാരം കൂളിവാക ആ കനി കഴിക്കുകയുണ്ടായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൂളിവാക ഗർഭിണിയാകുകയും പ്രസവ സമയത്ത് വേദനയാൽ വിഷമിക്കുമ്പോൾ കൂളിവാക പ്രാർത്ഥിച്ച് മഹാവിഷ്ണുവിനെയാണ് തന്റെ വയറ്റിൽ കിടക്കുന്ന ശിശുവിനെ ഉടൻ പുറത്തു കൊണ്ടുവരണമെന്ന് സങ്കടപൂർവ്വം അപേക്ഷിക്കുകയായിരുന്നു കൂളിവാക. ഉടൻ തന്നെ മഹാവിഷ്ണുവിന്റെ മായയാൽ കൂളിവാകയ്ക്ക് ഒരു കുഞ്ഞു പിറക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മുൻപ് പാർവതീദേവി കുഴിച്ചിട്ട കനിയിൽ നിന്നും ആ കനി വിളർന്ന് 390 ചാത്തന്മാർ പിറക്കുകയും ചെയ്തു. കൂളിവാക തന്റെ മകനെ ചാത്തൻ എന്ന ഓമന പേരിട്ടായിരുന്നു വിളിച്ചിരുന്നത്. ഈ ചാത്തൻ മറ്റ് മായച്ചാത്തന്മാരോടൊപ്പം വളരുകയും ചെയ്തു. കൂളിവാക തന്റെ മകനെ ആയുധ അഭ്യാസങ്ങൾ ശീലിപ്പിക്കുന്നതിനും ആചാരപ്രകാരം പേരിടുന്നതിനും, അതായത് നാമകരണത്തിനും വേണ്ടി കൈലാസത്തിലേക്ക് ചെല്ലുകയുണ്ടായി. കൂളിവാകയെ കണ്ട മാത്രയിൽ പരിഭ്രമിച്ച ഭഗവാൻ പരമശിവൻ തന്റെ ഭൂതഗണങ്ങളെ വിളിച്ച് പാർവതീദേവി കാണാതെ കൂളിവാകയെ കൊണ്ടുവരാൻ ഇവരോട് കൽപ്പിച്ചു. ഇതെല്ലാം കാണുകയായിരുന്ന പാർവതീദേവി തന്റെ ശക്തിയിൽ പിറന്ന മകനെ കാണുവാൻ വരികയും ഭഗവാനോട് നടന്ന കാര്യങ്ങൾ പറയുകയും ചെയ്തു. എല്ലാം മനസ്സിലാക്കിയ ഭഗവാൻ പരമശിവൻ തന്റെ മകനെ എടുത്ത് മടിയിലിരുത്തി ചരട് കെട്ടുകയും വിഷ്ണുവിന്റെ മായയാൽ പിറന്ന ചാത്തന് ഇന്നു മുതൽ വിഷ്ണുമായ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുമെന്ന് ശ്രീ പരമശിവൻ അരുൾ ചെയ്തു. അതോടൊപ്പം തന്നെ പാർവതീദേവി തന്റെ മകന് എല്ലാ വരങ്ങളും ശക്തികളും നൽകി. ശത്രുക്കളെ നിഗ്രഹിക്കുവാനായിട്ട് 3 ചാൺ നീളമുള്ള 2 കുറുവടികൾ കൊടുക്കുകയും ചെയ്തു. കൈലാസത്തിലെ ഏറ്റവും വലിയ മഹിഷത്തെ പരമശിവൻ തന്റെ മകന് വാഹനമായി കൊടുക്കുകയും 390 മായച്ചാത്തന്മാരെ വിളിച്ച് മകന്റെ കാര്യങ്ങൾക്ക്
രക്ഷകനായും ആജ്ഞാനുവർത്തികളായും ഉണ്ടായിരിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. സത്യധർമ്മ പരിപാലനത്തിനായി ഭൂമിയിലേക്ക് ഭഗവാൻ വിഷ്ണുമായയെ അനുഗ്രഹിച്ച് വിടുകയും ചെയ്തു. ഇങ്ങനെയാണ് ചാത്തൻ വിഷ്ണുമായ ചാത്തനായ ഐതിഹ്യം. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.